ആ വാഹനം ഇപ്പൊ അവിടെ കിടപ്പുണ്ടല്ലോ. വാഹനമല്ല വെക്കേണ്ടത്, ഈ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയുമാണ് കാഴ്ചബംഗ്ലാവിൽ വെക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി അല്പം പരിഹരിച്ചതിന് ലക്ഷക്കണക്കിന് ആളുകൾ പോയി കണ്ടേനും. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മങ്കട പനങ്ങാങ്ങരയിൽ നടന്ന UDF കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വെച്ച് UDFന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ പുതുപ്പള്ളി ഹൌസിന്റെ താക്കോൽ ദാനവും രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മങ്കട മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ്സ് ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്നു. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. AK ബാലൻ പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഈ വാഹനം മുഖ്യമന്ത്രി ഈ പരിപാടി കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിൽ വെക്കും. ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്തത് കാണുമെന്നുള്ളത്. എനിക്ക് പറയാനുള്ളത് ബാലനോട്, ആ വാഹനം ഇപ്പൊ അവിടെ കിടപ്പുണ്ടല്ലോ. വാഹനമല്ല വെക്കേണ്ടത്, ഈ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയുമാണ് കാഴ്ച ബംഗ്ലാവിൽ വെക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി അല്പം പരിഹരിച്ചതിന് ലക്ഷക്കണക്കിന് ആളുകൾ പോയി കണ്ടേനും. 1 രൂപ എടുക്കാനില്ല. ഖജന പൂട്ടാൻ പോവുകയാണ്, ട്രഷറി പൂട്ടാൻ പോവുകയാണ്. അപ്പോഴാണ് ഇപ്പൊ പ്രതിപക്ഷത്തെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചാൽ നമ്മൾ സഹകരിക്കും. പക്ഷെ ഇതിന്റെ ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ട് ഇത്രയും വലിയ കടം ഉണ്ടാകുന്നു? ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ കിഫ്ബിയിൽ ഇങ്ങനെ വായ്പ എടുക്കരുത്. നിങ്ങൾ 3.5% വിദേശ വായ്പ കിട്ടുമ്പോൾ 9.5% നിങ്ങൾ മസാല ബോണ്ട് വാങ്ങിച്ച് കേരളത്തെ കടക്കണിയിലാക്കിയതിന് ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഞാൻ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഈ മസാല ബോണ്ട് വാങ്ങരുത്. വാങ്ങുന്ന ദിവസം മുതൽ തിരിച്ചടവുണ്ട്. ഏതെങ്കിലും വികസന പദ്ധതി നടപ്പാക്കിയോ? കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ശിവൻകുട്ടി. അദ്ദേഹത്തിന് സ്കൂളും 5 സ്റ്റാർ ഹോട്ടലും കണ്ട ഇപ്പൊ തിരിച്ചറിയത്തില്ല. സ്കൂള് കാണുമ്പോൾ അദ്ദേഹം 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു, 5 സ്റ്റാർ ഹോട്ടൽ കണ്ട സ്കൂളാണെന്ന് തോന്നുന്നു. നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ വികൃതികളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരാളിനെ വിദ്യാഭ്യാസം ഏൽപ്പിച്ചാൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താകും? നമ്മുടെ കുട്ടികൾ എന്തായിരിക്കും അവരെ കണ്ട് പഠിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖല പാടെ തകർന്നു. വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ നാടുവിട്ടു പോവുകയാണെന്നും മാർക്ക് കൂട്ടി നൽകി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം സർക്കാർ തകർത്തു കളഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് UDFന്റെ നേതൃത്വത്തിൽ സാമൂഹിക പ്രവർത്തകനായ കൃഷ്ണേട്ടന് നിർമ്മിച്ചു നൽകിയ പുതുപ്പള്ളി ഹൌസിന്റെ താക്കോൽദാനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. ചടങ്ങിൽ M. മൊയ്തു മാസ്റ്റർ അധ്യക്ഷനായി. ET മുഹമ്മദ് ബഷീർ MP, മഞ്ഞളാംകുഴി അലി MLA, RSP സംസ്ഥാന കമ്മിറ്റി അംഗം കുരിപ്പുഴ മോഹനൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. AK ബാലൻ പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഈ വാഹനം മുഖ്യമന്ത്രി ഈ പരിപാടി കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിൽ വെക്കും. ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്തത് കാണുമെന്നുള്ളത്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.